മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ യാത്രകളിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ കൂടെ അവരുടെ കൂടെ കുറച്ചധികം നാൾ സ്പെൻഡ് ചെയ്യാനും എങ്ങനെയാണ് അവരവിടെ ബോർഡറിൽ കഴിയുന്നത് എന്നുള്ളതൊക്കെ അത് കാണാനും അതൊക്കെ നേരിട്ട് അനുഭവിക്കാനൊക്കെ പറ്റി. അത് നമ്മളുടെ കുപ്വാര എന്നൊക്കെ പറയുന്ന വാർത്തകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള റീജിയനിലൊക്കെ. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RR എന്ന് പറയും, രാഷ്ട്രീയ റൈഫിൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു രീതിയിലതുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ കാശ്മീരിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പം അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ, അതായത് നമുക്ക് മിലിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, തോക്കൊക്കെ പിടിച്ച് വെടിവെക്കാനായിട്ടെല്ലാം അങ്ങനെ ആളുകൾ വരുമ്പോൾ എതിർക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആളുകളെ മീശയൊക്കെ പിരിച്ച് പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം എന്നൊക്കെയുള്ള രീതിയിലല്ലേ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും അങ്ങനൊന്നും അല്ലായിരുന്നു. ഭയങ്കര വ്യത്യാസമായിരുന്നു. അവിടെയുള്ള എന്താ പറയുക, ഇപ്പം വീട്ടിലെ അമ്മമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവല്ലോ, അവരെ തയ്യൽ പഠിപ്പിക്കുന്ന, തുന്നൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന കുട്ടികൾ, ഇന്റീരിയർ വില്ലേജുകളിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ ഒക്കെ നടത്തുന്ന ആ രീതിയിൽ. അതുകൂടാതെ നമ്മൾ കാശ്മീരിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ, കാരണം അവിടെ മുസ്ലിം മതവിഭാഗമാണല്ലോ കൂടുതലുള്ളത്, അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഹ്യൂമൻ റൈറ്റ്സ് എന്നല്ല, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറവായിരിക്കും.